അമ്മു. ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിന് അറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ, അത് ശരിയാ. ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തുപോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പം മാളോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടിയും തുടച്ചത് പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ. ചേട്ടനും ഇവിടെ തന്നെ താമസം? അതെ. അപ്പോ കുടുംബമൊക്കെ? അങ്ങനെ ആരുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ബാവന്മാരുടെ കൂടെയാ. അതിപ്പോഴും തുടരുന്നു, ഒരു ഏകാംഗ നാടകം പോലെ. ഒരു കണക്കിന് ആരും ഇല്ലാതിരിക്കുന്ന നല്ലത്. ഇല്ലാത്തവനും ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. നിനക്ക് രാത്രിയിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. എന്താ ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് എന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ്. എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല. മൂടി പുതച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല. എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ. നേരത്തെ എണീക്കണം, കാറ് കഴുകിടണം കേട്ടോ. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. കൃഷ്ണ അയ്യോ പ്രേതം, ഇങ്ങനെ ചുരുണ്ടുകൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ? എനിക്ക് വാടാ. എന്തിനാണ് നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ലാന്ന്? പാടാ, നിന്നെ ഞാൻ ഉറക്കിത്തരാടാ. വാ അമ്മാവാ, ദൈവം പോകാന്ന് സമ്മതിച്ചു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ? രാത്രി ഒറ്റയ്ക്കിരിക്കാൻ പേടിയണ്ട. അയ്യോ, എനിക്ക് പേടിയോ? അതെന്താന്ന് പോലും ഇവനറിയത്തില്ല. ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. ഇവ ഇതിനു മുമ്പും ചെമ്മീൻ കെട്ടിന് കാവൽ കിടന്നിട്ടുണ്ട്. എങ്കി നന്നായി. ഈയിടെയായി ചെമ്മീൻ കെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട്. അവന്മാരെ കൈ കിട്ടിയ കയ്യും കാലും തല്ലി ഒടിച്ചിങ്ങ് കൊണ്ടുപോര്. അതെ. നിനക്ക് ചെമ്മീൻ കെട്ട് എവിടാന്നറിയാവാ? ഇല്ല, അറിയില്ല. അത് കുഴപ്പമില്ല, വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം. അമ്മോ, നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു. ചെല്ല്. വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട.
ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പിത്തരാം. ദാ, തിന്ന്. ദാ, ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ട്. ദാ, തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്ക്. അടിക്കടാ നീ. നീ തന്നെ ഇരുന്ന് തിന്നട പട്ടി. അയ്യേ, കണ്ടവൻ രച്ചില് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടാടാ എരപ്പേ. ആഹാരത്തോട് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് വാടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നത് പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടണെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല ഇതാര് കൊട്ടാരം വീടരാ? എടാ നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാദിവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ പിടിക്കും. ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ? എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടെ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയൻ ബാവേനെയും ചേട്ടൻ ബാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ? ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാടാ. നോക്കി നിൽക്കാതെ പോയി വണ്ടിക്കാറാ. ഓ, നമ്മളോടാ കളി. കൊട്ടാരം വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോയിരുന്ന കാലത്ത് ആ വീട് പുറത്തു നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീടിന്റെ അകമൊന്ന് കാണാൻ മോഹിച്ച് ഞങ്ങ ഒരു ദിവസം അതിനകത്ത് കയറി. അതിന്റെ പേരില് അവര് ഞങ്ങളെ പുളിമരത്തെ കെട്ടിവെച്ച് ചാട്ടവാറിനടിച്ച അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ദേഹം മുഴുവൻ ഇപ്പോഴും ഉണ്ട് അതിന്റെ പാടുകള്. ആ വീടിനാ ഞങ്ങ വില പറയാൻ പോണേ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകുന്നത്? നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ? പോരടി, ആ വീടിന്റെ മുറ്റത്ത് കുഴികുത്തിയ ഞങ്ങൾക്ക് കഞ്ഞി ഒഴിച്ചു തന്നെ. അതേ വീട്ടിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് താമസിക്കണം. ഈശ്വരപിള്ളേ, എന്തോ എന്ത് വിലയുണ്ടാവൂടോ അതിന്? അതിപ്പോ 5.75, 7, 7, 14, 21, 25 ലക്ഷം മതിപ്പ് വരും. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പുറമേന്ന് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോ തന്നെ നീ അതിന് വിലയും വിട്ട. വിവരക്കേട് പറയാതെ പ്രേമേന്ദ്ര, ഒരു 25 ലക്ഷം മതിക്കും. കൊട്ടാരം വീടിന് എത്ര വരെ പോകും? കൂടിയാ 15, അതിനപ്പുറം പോവില്ല. എങ്കി ഒരു 20,01,000 എഴുതടാ. എത്ര? 20,01,000 എഴുതടാ. ചേട്ടന്റെ പേർക്ക് എഴുതണം. ഓഹോ, നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതിയാ പോരേടാ. വേണ്ട, കൊട്ടാരം വീട് എന്റെ ചേട്ടന്റെ പേര് കിടക്കട്ടെ. മാളു, നീ വാ. എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നേ? വാ വാ.